ചിലതനുസരിച്ചു, ചിലതനുസരിച്ചില്ലെങ്കിൽ. അമ്മയപ്പന്മാർ പറയുന്നതിൻ്റെ ചിലതനുസരിച്ചു, ചിലത് സറ്റിൽ വേയിൽ ഒഴിവാക്കി. ദാറ്റ് ഈസ് ഡിസ്ഗൈസ്ഡ് റെബല്യൻ, ഹിഡൻ റെബല്യൻ എന്ന് വെച്ചാൽ ഒളിച്ചു വച്ചിരിക്കുന്ന അല്ലെങ്കിൽ പ്രച്ഛന്ന വേഷധാരിയായ മത്സരബുദ്ധിയാണ്. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരും ഒരിക്കൽ കൂടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് കർത്താവിൻ്റെ വലിയ അനുഗ്രഹത്താൽ നമുക്ക് ഒരുമിച്ച് കൂടിയിരിക്കാൻ കർത്താവ് നമുക്ക് വലിയൊരു ഭാഗ്യം നൽകിയിരിക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് കൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് വലിയ വിശ്വാസമുണ്ട്, ഇവിടെ നിന്ന് പകരപ്പെടുന്ന ദൈവവചനത്തിൻ്റെ ശക്തി 1000 മടങ്ങായിട്ട് നിങ്ങളുടെ മേൽ വ്യാപരിക്കും. അത് നിങ്ങളിലൂടെ വലിയൊരു എക്സ്പ്ലോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ എന്താ പറയുക, വിസ്ഫോടനങ്ങൾ പോലെ അത്ഭുതങ്ങളായിട്ട്, അടയാളങ്ങളായിട്ട്, ദൈവ പദ്ധതികളായിട്ട്, പ്രവൃത്തികളായിട്ടൊക്കെ അത് പുറത്തു വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ സ്പോൺസർ ഒരു കീ സ്പോൺസറാണ്, എറണാകുളത്ത് നിന്ന് ഒരു വെൽവിഷറാണ്, പേര് വെളിപ്പെടുത്തിയിട്ടില്ല. താങ്ക് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് ബിസിനസ് അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും അധികമായിട്ട് അങ്ങ് പകരണമേ കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രത്യേകിച്ച് ഇന്നത്തെ സ്പോൺസർ ചെയ്ത സ്പോൺസറിനോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഈ വരുന്ന ശനിയാഴ്ച നമ്മുടെ ഒരു സ്പെഷ്യൽ മീറ്റിംഗ് ട്രിവാൻഡ്രത്ത് വെച്ച് നടക്കുകയാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ സ്ക്രീനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ സാധിക്കും. അതുകൂടാതെ ഏപ്രിൽ ദുഃഖവെള്ളിയാഴ്ച തുടങ്ങി 3, 4, 5 3 ദിവസങ്ങളിലായിട്ട് അതിശക്തമായ മീറ്റിംഗ്. 3-ാം തീയതി കൊച്ചിയിൽ വെച്ച് നടക്കുന്ന അതിശക്തമായ മീറ്റിംഗ്, 4-ാം തീയതി ട്രിവാൻഡ്രത്ത് വെച്ച് നടക്കുന്ന മീറ്റിംഗ്. നിങ്ങൾക്ക് സ്ക്രീനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ ദയവായി കടന്നു വരിക. വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ തന്നെ വേഗത്തിൽ ആരാധനയിലേക്കും ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് കടക്കാം. എന്നെ പേർ ചൊല്ലി വിളിച്ചതും എൻ നന്മയ്ക്കായി, എന്നെ മാന്യനായി തീർത്തതും എൻ നന്മയ്ക്കായി, തോൽവികളും ജയങ്ങളും എൻ നന്മയ്ക്കായി, എന്നെ മാന്യനായി തീർത്തതും എൻ നന്മയ്ക്കായി, എന്നെ പേർ ചൊല്ലി വിളിച്ചതും എൻ നന്മയ്ക്കായി, എന്നെ മാന്യനായി തീർത്തതും എൻ നന്മയ്ക്കായി, തോൽവികളും ജയങ്ങളും എൻ നന്മയ്ക്കായി, ഞാൻ നിന്ദ്യനായി തീർന്നതും എൻ നന്മയ്ക്കായി, എല്ലാ ഉയർച്ചയിലും എല്ലാ താഴ്ചയിലും നിൻ സാന്നിധ്യമെന്നെന്നും തുണയായി, എല്ലാ ഉയർച്ചയിലും എല്ലാ താഴ്ചയിലും നിൻ സാന്നിധ്യമെന്നെന്നും തുണയായി, എല്ലാം നന്മയ്ക്കായി, എല്ലാം നന്മയ്ക്കായി, സർവം നന്മയ്ക്കായി, എൻ്റെ നന്മയ്ക്കായി, എല്ലാം നന്മയ്ക്കായി, എൻ്റെ നന്മയ്ക്കായി, സർവം നന്മയ്ക്കായി, എൻ്റെ നന്മയ്ക്കായി. മഹോന്നതം മഹോന്നതം തിരുനിമിത്തം അതിശ്രേഷ്ഠം, തിരഞ്ഞെടുപ്പോം അവർണ്ണനീയ, എല്ലാം നന്മയ്ക്കായി, എൻ്റെ നന്മയ്ക്കായി, സർവം നന്മയ്ക്കായി, എൻ്റെ നന്മയ്ക്കായി, ഓ എല്ലാം നന്മയ്ക്കായി, എൻ്റെ നന്മയ്ക്കായി, സർവം
വെൽക്കം ബാക്ക്. ഇന്ന് മാർച്ച് 10 ട്യൂസ്ഡേ അല്ലേ? അവിടെ എല്ലാവർക്കും ചൊവ്വാഴ്ചയാണോ? മാർച്ച് 10 ചൊവ്വാഴ്ചയാണോ നിങ്ങളുടെ നാട്ടിൽ? ഓക്കെ, ഫോക്കസ് വേർഡ് നോക്കിയേ, ഒബീഡിയൻസ്. വാവ്, എനിക്കിഷ്ടമുള്ള ഒരു സംഭവമാണിത്. ഒബീഡിയൻസ്, അനുസരണം. ഫോക്കസ് വേഴ്സ് നോക്കാം, ഡ്യൂട്ടോണമി 28:1. പക്ഷേ ഈ ഫോക്കസ് വേർഡ് തന്നെ ഒന്ന് എല്ലാവരും ആ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യാമോ? ഒബീഡിയൻസ്, 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 ഒബീഡിയൻസ്. അനുസരണം, 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 അനുസരണം. ലൈവ് ചാറ്റിൽ ഇടാനാണ് നിങ്ങൾക്കറിയാവുന്നതെങ്കിൽ അവിടെ ഇടുക, എഴുതുക. ആവർത്തനം 28:1. If you fully obey the Lord your God and carefully follow all his commands I give you today, the Lord your God will set you high above all the nations on earth. എൻ്റെ മലയാളം സ്ക്രീനിലൊക്കെ നോക്കി വായിക്കുക. അപ്പോൾ കർത്താവ് പറയുന്ന കാര്യം ഇതാണ്: ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന എല്ലാ കൽപ്പനകളും നീ ശ്രദ്ധയോടുകൂടി കേട്ടനുസരിക്കുവാണെങ്കിൽ കർത്താവ് നിന്നെ സകല ഈ ഭൂമിയിലുള്ള എല്ലാ രാജ്യങ്ങളിലും വെച്ച് ഏറ്റവും ഔന്നത്യമുള്ളൊരു പൊസിഷൻ തരും. വെരി സിമ്പിൾ. ദൈവത്തെ അനുസരിച്ചാൽ ഔന്നത്യം. ഉയരാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജീവിതത്തിലൊന്ന് വളരെ നല്ല ഉയരങ്ങളിലേക്ക് പോകണം, കർത്താവിനെ അങ്ങ് അനുസരിച്ചാൽ മതി. കർത്താവ് പറയുന്ന അനുസരിക്കുക, അത്രയും മാത്രം ചെയ്താൽ മതി. മൈ ഒബീഡിയൻസ് ബിക്കംസ് എ ബ്ലൂ പ്രിൻറ്റ് ഫോർ ഗോഡ്സ് ബ്ലെസ്സിങ്. ദൈവിക അനുഗ്രഹങ്ങൾക്കുള്ളൊരു ബ്ലൂ പ്രിൻ്റാണ് എൻ്റെ അനുസരണം. ഐ ബിൽഡ് അക്കോർഡിംഗ് ടു ഹിസ് ഇൻസ്ട്രക്ഷൻ. അവൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ പണിയുന്നത്, എൻ്റെ ജീവിതത്തെ പണിയുന്നത്, സകലവും ചെയ്യുന്നത്. ബൈബിൾ റീഡിംഗ് പ്ലാൻ നോക്കി ഇന്ന് തന്നെ വായിച്ച് തീർത്ത് ടിക്ക് ചെയ്യണേ. ഒബീഡിയൻസിനെ കുറിച്ചുള്ള 4 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്പർ 1 എഴുതുക. ഒബീഡിയൻസ് ബിഗിൻസ് വിത്ത് കെയർഫുൾ അറ്റൻഷൻ. വളരെ ഇമ്പോർട്ടൻ്റാണ്. അനുസരിക്കണമെങ്കിൽ ആദ്യം കേൾക്കണം. സോ ഒബീഡിയൻസ് ബിഗിൻസ് വിത്ത് കെയർഫുൾ അറ്റൻഷൻ. ശ്രദ്ധയോടുകൂടെ കേൾക്കുന്നതിലാണ് അനുസരണം ആരംഭിക്കുന്നത്. ആദ്യം ശ്രദ്ധിച്ച് കേൾക്കണം, പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം ആവർത്തനം 28:1 പറയുന്നത്, ഇഫ് യു ഫുള്ളി ഒബേ and carefully follow. Carefully. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ ആദ്യം തന്നെ പറയുന്നൊരു കാര്യം. ആകയാൽ വല്ലപ്പോഴും നാം ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ അനേക പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നൊരു കാര്യം, യേശു കർത്താവ് ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം, ചെവിയുള്ളവൻ കേൾക്കട്ടെ. എല്ലാവർക്കും ഇതുണ്ട്. പക്ഷേ മനസ്സുരുക്കത്തോടുകൂടെ മനഃപൂർവ്വമായി ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ കേൾക്കാൻ കഴിയൂ. ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി ശബ്ദങ്ങൾ ദിവസവും കേൾക്കുന്നുണ്ട്. ഒരു ദിവസം ഒരുപക്ഷെ മില്യൺസ് ഓഫ് സൗണ്ട്സാണ് നമ്മൾ കേൾക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ ഈ പക്ഷികളുടെ കളകൂജനങ്ങളും അതുപോലെ നായ്ക്കളുടെ കുരയും മനുഷ്യരുടെ ശബ്ദവും പാട്ട്, റേഡിയോ, TV, ഇങ്ങനെ ഒത്തിരി ശബ്ദങ്ങളിങ്ങനെ കേൾക്കുന്നുണ്ട്. അത് നാച്ചുറൽ. അതുകൂടാതെ അകത്തെ പിശാച് സംസാരിക്കാം, ഭൂതാത്മാക്കൾ സംസാരിക്കാം, നമ്മൾ തന്നെ സംസാരിക്കും, ദൈവവും സംസാരിക്കും. അപ്പം ഇത്രയും മില്യൺസ് ഓഫ് വോയിസസിന് നടുവിലാണ് ദൈവത്തിൻ്റെ ശബ്ദം. ഒബീഡിയൻസ് ഈസ് നോട്ട് ആക്സിഡൻ്റൽ, ഇറ്റ് റിക്വയർസ് അറ്റൻറ്റീവ്നെസ്. അനുസരണം എന്ന് പറയുന്നത് ഒരിക്കലും യാദൃച്ഛികമായ കർത്താവിനനുസരിച്ച് പോയി, നോ, വളരെ ശ്രദ്ധയോടെ. എല്ലാവരും പറഞ്ഞ ശ്രദ്ധയോടെ. അതുകൊണ്ടാണ് ശമൂവേൽ പ്രവാചകൻ ആദ്യത്തെ രാജാവ് ശൗലിനോട് പറയുന്നത്, ഇതാ ശ്രദ്ധിക്കുന്നത് നീ ഒന്ന് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. അനുസരിക്കുന്നത് യാഗത്തെക്കാളും, ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. അപ്പോൾ അവിടെ ശ്രദ്ധ വരുന്നുണ്ടോ? അതായത് കെയർഫുൾ ലിസണിങ് എന്ന് പറയുന്നത് അനുസരണവുമായി വളരെ കണക്റ്റഡ് ആണെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. ബിഫോർ ആക്ഷൻ ദർ മസ്റ്റ് ബി ലിസണിങ്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ആദ്യം കേൾക്കണം, ചൊവ്വേ നേരെ കേൾക്കണം. ചില ആളുകൾ ശരിക്കും ശ്രദ്ധിക്കില്ല. മോനെ പാലും കുറച്ച് പഴവും ശർക്കരയും മേടിച്ചുകൊണ്ടോ എന്ന് അമ്മ പറയുന്നു, ഒറ്റ ഓട്ടം.
അവിടെ പാലും പയറും പിന്നെ എന്താ പറഞ്ഞ റവ. അപ്പോൾ ഒരെണ്ണം മാത്രമേ ശരിയായുള്ളൂ, ശ്രദ്ധിച്ച് കേട്ടില്ല. ജോൺ 10:27 നിങ്ങളുടെ ബൈബിളിൽ എന്താണെന്ന് നോക്കി. യോഹന്നാൻ 10:27. ഇതെനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് ഇടപെട്ടൊരു വചനമാണ്. മൈ ഷീപ്പ് ലിസൺ ടു മൈ വോയിസ്. എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ രക്ഷിക്കപ്പെട്ട ആദ്യ വർഷം ഒന്നാമത്തെ രണ്ടാമത്തെ വർഷമാണ്. അതിഭയങ്കരമായ തീച്ചൂളുടെ അനുഭവത്തിലൂടെ പോവുകയാണ്. ഞാനല്ല, അതുപോലെ ഒരു മാനസികാവസ്ഥയിൽ ജീവിക്കുന്ന സമയത്താണ് ഒരാൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒത്തിരി പ്രാർത്ഥിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ഡാമിൻ ബ്രദറിനെ ഈ പ്രയാസത്തിൽ നിന്നൊക്കെ രക്ഷിക്കണേ പ്രാർത്ഥിച്ച് വന്നപ്പോൾ അദ്ദേഹത്തോട് ദൈവം സംസാരിച്ചു. ഈ വാക്യം പറയാൻ പറഞ്ഞു, ഡാമിനോട് ഈ വാക്യം പറയാൻ പറഞ്ഞു. യോഹന്നാൻ 10:27. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും. അപ്പം അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഡാമിന് വേണ്ടി പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്ക് തന്ന വചനം ഇതാണ്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. അതെനിക്കൊരു ഭയങ്കര ആശ്വാസമായി. ദൈവശബ്ദം കേട്ടാൽ മതിയല്ലോ. ഞാൻ കൂടുതൽ ദൈവവചനം വായിക്കാൻ തുടങ്ങി. ജെയിംസ് 1:22, യാക്കോബിൻ്റെ ലേഖനം 1:22. ഞാൻ ഈ പറയുന്ന വചനങ്ങൾ നിങ്ങളുടെ ബുക്കിൽ കുറിച്ച് വെക്കണം. അതുകൂടാതെ കമൻറ്റ് സെക്ഷനിൽ എല്ലാവരും ടൈപ്പ് ചെയ്ത്, ഇംഗ്ലീഷാകാം മലയാളമാകാം, നോ പ്രോബ്ലം. യാക്കോബ് 1:22 പറഞ്ഞത്, ഡു നോട്ട് മിയർലി ലിസൺ, ഡു വാട്ട് ഇറ്റ് സേസ്. കേട്ടാൽ മാത്രം പോരാ, ചെയ്യുകയും വേണം. ഒത്തിരി പേര് വചനം കേൾക്കുന്നു, എത്ര പേര് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ ഈ കാലത്ത് സുവിശേഷ പ്രസംഗങ്ങളിൽ വചന ശുശ്രൂഷയ്ക്ക് ഒരു പഞ്ഞുമില്ല. യൂട്യൂബ് നിറഞ്ഞിരിക്കുകയാണ്, ഇൻ്റർനെറ്റ് നിറഞ്ഞിരിക്കുകയാണ്. അനേക സ്ഥലങ്ങളിൽ മീറ്റിംഗ് നടക്കുന്നു, സഭാ ഹാളുകളിൽ, പ്രാർത്ഥനാലയങ്ങളിൽ, പള്ളികളിലൊക്കെ വചന ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുക. ധ്യാന കേന്ദ്രങ്ങൾ, കൺവെൻഷനുകൾ, കോൺഫറൻസുകൾ, ഒത്തിരി മീറ്റിംഗ്, ഭവന പ്രാർത്ഥന, ഇതിലെല്ലാം വചന ശുശ്രൂഷയല്ലേ നടക്കുന്നത്. സോ ചുമ്മാ കേട്ടാൽ പോരാ, ഡു വാട്ട് ഇറ്റ് സേസ്. ബ്ലെസ്സിംഗ് ടുഡേയിൽ ഒരു സംസ്കാരമുണ്ട്. വചനം കേട്ടാൽ പോരാ, ശുശ്രൂഷകരുൾപ്പെടെ എല്ലാവരും എഴുതണം. മനുഷ്യപുത്ര എഴുതുക, മനുഷ്യപുത്രി എഴുതുക. അത് നമ്മുടെ ഒരു സംസ്കാരമാണ്. ഒരു നോട്ട് ബുക്ക് വാങ്ങി, അതിന് വേണ്ടിയിട്ടാണ് നേരത്തെ നമുക്കൊരു സെർമൺ നോട്ട് കീപ്പർ, ഇപ്പോൾ അവൈലബിൾ ആണോ എന്നറിയില്ല, ഉണ്ടായിരുന്നു. സ്പൈറൽ ബൈൻഡിട്ട് നല്ല രസമുള്ളൊരു ബുക്കാണ് സെർമൺ നോട്ട് കീപ്പർ. അത് വാങ്ങി അതിൽ എഴുതുന്നൊരു രീതി ഒത്തിരി പേർക്കുണ്ട്. ഇനി ഇതൊന്നുമില്ലല്ലോ, ഇപ്പോൾ ചിലർക്കൊക്കെ ഈ ഡയറി ഈ പ്രാവശ്യം കിട്ടിക്കാണില്ല, നോ പ്രോബ്ലം. ഒരു ബുക്ക് വാങ്ങിച്ചിട്ട് എഴുതുക, അടുത്ത വർഷം ആദ്യം മേടിക്കുക. ഞാൻ പറഞ്ഞു വന്നത്, വളരെ ശ്രദ്ധിച്ച് നാം കേൾക്കണം. കേട്ടത് മറന്നു പോകാതിരിക്കാൻ എഴുതണം. എക്സഡസ് 19:5, പുറപ്പാട് പുസ്തകം 19:5. ഇഫ് യു ഒബേ മീ ഫുള്ളി ആൻഡ് കീപ് മൈ കവനൻറ്റ്. നീ എന്നെ പൂർണ്ണമായി കേട്ട് അനുസരിച്ചാൽ, ഇഫ് യു ഒബേ മീ ഫുള്ളി ആൻഡ് കീപ് മൈ കവനൻറ്റ്, എൻ്റെ ഉടമ്പടി പ്രകാരം നീ ജീവിക്കുകയാണെങ്കിൽ, ഫുള്ളി. കെയർലെസ് ഹിയറിംഗ് പ്രൊഡ്യൂസസ് പാർഷ്യൽ ഒബീഡിയൻസ്. ഈ ശ്രദ്ധിക്കാതെ കേട്ടാൽ, ശരിയല്ലേ, ശ്രദ്ധിക്കാതെ കേട്ടാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു പ്രസംഗം നടക്കുന്ന സമയത്ത് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, കഴിഞ്ഞൊരു ദിവസം ഞാൻ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് എമർജൻസി സീറ്റിൻ്റെ ആ റോയിലാണ് ഫ്ലൈറ്റിലിരുന്നത്. അപ്പോൾ ഈ എമർജൻസി സീറ്റിലിരിക്കുന്നവർ ആദ്യം ഈ ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ് ഒരാൾ വന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. എന്തെങ്കിലും രീതിയിൽ വാട്ടർ ലാൻഡിങ് ഉണ്ടായാൽ, ക്രാഷ് ഉണ്ടായാൽ, അവിടെ ഇരിക്കുന്നത് ആ എമർജൻസി ഡോർ ഓപ്പൺ ചെയ്യാൻ തയ്യാറാകണം. അപ്പോൾ ഫ്ലൈറ്റ് റൺവേയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് വളരെ അത്യാവശ്യം എനിക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ചേ പറ്റും. അപ്പോൾ ഈ എയർ ഹോസ്റ്റസ് അവിടെ നിന്നുകൊണ്ട് ഇതൊക്കെ പറയുന്നുണ്ട്, ഹിന്ദിയിൽ വേണോ ഇംഗ്ലീഷിൽ വേണോ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഫിനിഷ് ചെയ്ത് സെൻഡ് ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോൾ എയർ ഹോസ്റ്റസിന് ദേഷ്യമായി. ഹേയ് സർ, ലിസൺ ഹിയർ. ഐ ആം ലിസണിങ്. ഞാൻ ഇതിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എയർ ഹോസ്റ്റസിന് അറിയാം അവിടെ ശ്രദ്ധിക്കുന്നില്ലെന്ന്. പക്ഷേ അവർക്ക് മാൻഡേറ്ററി ആണ്, അത് കേട്ടേ പറ്റൂ. ഇതുപോലെ
കെയർലെസ് ഹിയറിംഗ് പ്രൊഡ്യൂസസ് പാർഷ്യൽ ഒബീഡിയൻസ്. വളരെ അശ്രദ്ധമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ ഭാഗികമായിട്ടേ നമ്മൾ അനുസരിക്കുകയുള്ളൂ, എന്നെ മുഴുവൻ കേട്ടില്ല. കെയർഫുൾ ലിസണിങ് പ്രൊഡ്യൂസസ് പ്രിസൈസ് ഒബീഡിയൻസ്. എന്നാൽ നമ്മൾ വളരെ ശ്രദ്ധിച്ചാണ് കേൾക്കുന്നതെങ്കിൽ പ്രിസൈസ് ഒബീഡിയൻസ്, വളരെ ഇതിനെ പറയേണ്ടത് കൃത്യതയോടുകൂടെ നമ്മൾ അനുസരിക്കും. ഞാൻ എല്ലാവരോടും പറയുകയാണ്, നിങ്ങൾ എപ്പോഴും ബാക്ക് ബെഞ്ചസ് ആകരുത്. ചർച്ചിൽ വരുവാണെങ്കിൽ പ്രാർത്ഥനാലയത്തിൽ വന്നാൽ കഴിയുന്നത്ര മുന്നിലേക്ക് കയറിയിരുന്ന് അറ്റൻറ്റീവായിരിക്കാൻ ശ്രമിക്കുക. ചില ആൾ പുറകിലിരിക്കുന്നത് മനഃപൂർവ്വമായി ഉറങ്ങാൻ വേണ്ടി തന്നെയാണ്. സ്വസ്ഥമായിട്ടിരുന്ന എവിടെയെങ്കിലും ഇരുന്ന് ഒന്ന് ഉറങ്ങണം. വീട്ടിലോ സ്വസ്ഥതയില്ല, ഭാര്യ സ്വസ്ഥത തരുന്നില്ല, അല്ലെങ്കിൽ ഭർത്താവ് സ്വസ്ഥത, പിള്ളേർക്ക് സ്വസ്ഥതയും തരുന്നില്ല. ചർച്ചിലെങ്കിലും പോയി ഇത്തിരി നേരം ഒന്ന് ഉറങ്ങാൻ പറ്റിയാൽ കൊള്ളായിരുന്നല്ലോ. അപ്പോൾ ഒത്തിരി പേര് ചർച്ചിൽ വന്നാണ് ഒന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുന്നവർക്ക്. ഞാൻ ഒത്തിരി ഉപദ്രവിക്കാറില്ല അവരോട് ഞാൻ പറയും, ചർച്ചിൽ നിങ്ങൾക്ക് വീട്ടിൽ സ്വസ്ഥതയിൽ ഉറക്കമില്ല, ചില ആൾക്ക് രാത്രി മൊത്തം ഉറക്കമില്ല. അപ്പോൾ ഞായറാഴ്ചയാണെന്ന് നല്ല രീതിയിൽ സഭയിൽ വന്നൊന്ന് ഉറങ്ങാൻ പറ്റുന്നത്. ഈ ബാക്കി ആരാധനയുടെ സമയത്തൊക്കെ ഭയങ്കര ഒച്ചപ്പാടും ബഹളവും ഡ്രംസ് അടിയുമൊക്കെ ആയതുകൊണ്ട് ഉറങ്ങാൻ പറ്റില്ല. പക്ഷേ പ്രസംഗത്തിൻ്റെ സമയത്ത് ഇത്തിരി കുറവായതുകൊണ്ട്, ചില സമയത്ത് കുറവല്ല കേട്ടോ, കുറവായതുകൊണ്ട് ആ സമയത്താണെന്ന് നന്നായിട്ടൊന്ന് ഉറങ്ങാൻ പറ്റിയ സമയം. അപ്പോൾ ഞാൻ പറയും, അങ്ങനെ സ്വസ്ഥത ആവശ്യമുള്ളവർ ഉറങ്ങട്ടെ, ദൈവം ഉറക്കത്തിൽ കൊടുക്കുന്ന വചനമുണ്ടല്ലോ, ഉറക്കത്തില്ലെങ്കിൽ എന്തെങ്കിലും കിട്ടട്ടെ. അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ നഷ്ടമാകുന്നത് ചെറിയ കാര്യമല്ല, കാരണം പറവകൾ കുത്തിക്കൊണ്ടുപോകും. അതുകൊണ്ടാണ് വിത്തിൻ്റെയും വിതക്കാരൻ്റെയൊക്കെ ഉപമ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞ് 4 നിലത്ത് വീണു, അതിൽ വഴിയരികിൽ വീണത് പറവകൾ കൊണ്ടുപോയി. വഴിയരികിൽ വീണത് അശ്രദ്ധമായി, കെയർലെസ്സായി, മൊബൈലിലും നോക്കി, അവിടെ നോക്കി, അയാളെന്ത് ചെയ്യുന്നു, ഇയാളെന്ത് ചെയ്യുന്നു, അവളെങ്ങോട്ട് പോകുന്നു, ഇന്ന് ഫാൻ വർക്ക് ചെയ്യുന്നില്ലല്ലോ, ഇന്ന് AC പോരല്ലോ, ഇന്ന് ചൂടാണല്ലോ, എല്ലായിടത്തുമൊക്കെ നോക്കി അയാൾ എത്ര രൂപയാണ് സ്വത്ര കാഴ്ചയിടുന്നത്, ഇയാളെന്താ ചെയ്യുന്നത്, ഇതൊക്കെ നോക്കിയിരിക്കുന്ന ഒരാൾക്ക് മറിയ നല്ല അംശം തിരഞ്ഞെടുത്ത പോലെ ഇരുന്നെങ്കിൽ. ഓർക്കുന്നുണ്ടോ ജനുവരി മാസത്തിൽ 1 തിങ്കേഴ്സ്? ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? ഒരു കാര്യം മാത്രം ചെയ്തവർ, ഒറ്റക്കാര്യക്കാർ. അതിൽ വന്ന ചില ഒരു ഡെമോ പീസ് എന്ന് പറയുന്നത് മറിയായിരുന്നു, അല്ലേ? മാർത്തയുടെ സിസ്റ്റർ മറിയ. അവൾ നല്ല അംശത്തിൽ യേശുവിൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് ശ്രദ്ധിച്ച് കേട്ട് നോട്ട്സൊക്കെ എഴുതി. മാർത്തയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, അസൂയെ, പിന്നെ അവളെ സഹായിക്കുന്നില്ല പരാതിയൊക്കെ ഉണ്ടായിരുന്നു. ആ ഭാഗങ്ങളൊക്കെ വീണ്ടും കേൾക്കുന്നത് നല്ലതാണ്. ഒരു ആർക്കിടെക്റ്റ് പ്ലാൻ വരച്ചു കൊടുത്താൽ പണിയുന്ന കൺസ്ട്രക്ഷൻ നടത്തുന്ന ആളുകൾ ശ്രദ്ധിച്ച് അതിൻ്റെ ഓരോ മെഷർമെൻറ്റും കൊണ്ട് പണിയാണ്. ഞങ്ങൾ വീട് പണിതിരുന്ന സമയത്ത് ഞാൻ ചെന്ന് നോക്കുമ്പോൾ ആരുടെയും കയ്യിൽ, സൈറ്റ് സൂപ്പർവൈസറുടെ കയ്യിൽ പ്ലാനില്ല, പണിയുന്ന ആളുടെ കയ്യിൽ പ്ലാനില്ല. ഞാൻ ചോദിച്ചു, ഇത് നിങ്ങൾ എന്ത് നോക്കിയാൽ അതൊക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ട്. പലതും തെറ്റിച്ചു, പൊളിക്കേണ്ടി വന്നു. ഒരു ബ്ലൂ പ്രിൻ്റ് കിട്ടിയാൽ, ഒരു പ്ലാൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിൻ പ്രകാരം തന്നെ വേണം ചെയ്യാൻ. അപ്പം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന ടേപ്പ് എടുത്തൊക്കെ ഒന്ന് അളന്നൊക്കെ നോക്കും. അളന്ന് നോക്കുമ്പോൾ പലതും തെറ്റാണ്. കൃത്യസമയത്ത് ഞാൻ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ പിന്നീട് വലിയ ഛേദം വന്നേനെ. സോ പണിയുന്നവർ ശ്രദ്ധിക്കേണ്ടത്, ഇഫ് എ ബിൽഡർ ഇഗ്നോർസ് മെഷർമെൻറ്റ്സ് ദ സ്ട്രക്ചർ വിൽ ഫെയിൽ. കൃത്യതയോടെ ആളുകൾ നോക്കിയില്ലെങ്കിൽ മൊത്തം സ്ട്രക്ചർ താഴെ പോകും. ഇതെഴുതി വെക്കുക, ബ്ലെസ്സിങ് ഫോളോസ് കെയർഫുൾ ഒബീഡിയൻസ്. അനുഗ്രഹം വരുന്നത് ശ്രദ്ധയോടെ അനുസരിക്കുമ്പോഴാണ്. അതെല്ലാം ഒരു കമൻറ്റ് സെക്ഷനിൽ ഇടുക. ഞാനിത് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞില്ലെങ്കിലും അതൊരു ശീലമാക്കണം. കമൻറ്റ് സെക്ഷനിൽ ഇട്ടുകൊണ്ടേയിരിക്കുക, അവിടെ ഇവിടെയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക. നമ്പർ 2, പാർഷ്യൽ ഒബീഡിയൻസ് ഈസ് നോട്ട് ഫുൾ ഒബീഡിയൻസ്. ഭാഗികമായ അനുസരണമേ അല്ല, അല്ലെങ്കിൽ പൂർണ്ണമായ അനുസരണമല്ല. 1 സാമുവൽ 15 അതിലാണ് ശൗല്, ആദ്യത്തെ രാജാവ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പക്ഷേ അനുസരിച്ചെന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്തില്ല, എല്ലാം അനുസരിച്ചില്ല. ഇൻസ്ട്രക്ഷൻസ്, പ്രവാചകൻ്റെ അല്ലെങ്കിൽ ദൈവം തനിക്ക് കൊടുത്ത നിർദ്ദേശങ്ങളുടെ, കൽപ്പനകളുടെ എല്ലാം അനുസരിച്ചില്ല. ചിലത് ചെയ്തു, ചിലത് ചെയ്തില്ല. എന്നിട്ട് ഹി കെപ്റ്റ് വാട്ട് ഗോഡ് ടോൾഡ് ഹിം ടു ഡെസ്ട്രോയ്. ദൈവം ചിലതിനെ നശിപ്പിക്കണമെന്ന് പറഞ്ഞു, അത് അവിടെ തന്നെ വെച്ചു, പുള്ളി ചെയ്തില്ല. ഹി ജസ്റ്റിഫൈഡ് വാട്ട് ഗോഡ് ഹാഡ് ഫോർബിഡൻ.
അതുപോലെ ദൈവം നിരോധിച്ച ചില കാര്യങ്ങളുണ്ട്, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്. അത് ചെയ്ത് അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാനും ശ്രമിച്ചു. എന്തായിരുന്നു റിസൾട്ട്? ഹി വാസ് കംപ്ലീറ്റ്ലി റിജക്റ്റഡ്. ചില വചനങ്ങൾ എഴുതിക്കോ. 1 Samuel 15:22, 1 ശമൂവേൽ 15:22. ടു ഒബേ ഈസ് ബെറ്റർ ദാൻ സാക്രിഫൈസ്. യാഗത്തേക്കാൾ അനുസരണം നല്ലത്. ജോൺ 14:15, യോഹന്നാൻ 14:15. ഇഫ് യു ലവ് മീ കീപ് മൈ കമാൻഡ്സ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ലൂക്ക് 6:46, ലൂക്കോസിൻ്റെ സുവിശേഷം 6:14. വൈ ഡു യു കോൾ മീ ലോർഡ് ലോർഡ് ആൻഡ് ഡു നോട്ട് ഡു വാട്ട് ഐ സേ? നിങ്ങൾ എന്നെ കർത്താവ് കർത്താവ് എന്ന് വിളിക്കുന്നു, പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കുന്നില്ല. വാട്ട് ഈസ് ദിസ്? ഇവിടെ ഈ വചനങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന എൻ്റെ കൺക്ലൂഷൻ കാച്ചിക്കുറുക്കി പറഞ്ഞാൽ, ഒബീഡിയൻസ് ഈസ് പ്രൂഫ് ഓഫ് ലവ്. സ്നേഹത്തിൻ്റെ തെളിവാണ് അനുസരണം. ഇപ്പോൾ ഒരു ഭാര്യ ഭർത്താവിനെ അനുസരിക്കുമ്പോൾ ഭർത്താവ് മനസ്സിലാക്കുന്നത് അവൾ എന്നെ സ്നേഹിക്കുന്നു എന്നാണ്. സാരി മേടിച്ചു കൊടുക്കുമ്പോഴാകണമെന്നില്ല, ലഡു മേടിച്ചു കൊടുക്കുമ്പോൾ, ഹൽവ മേടിച്ചു കൊടുക്കുമ്പോഴാകണമെന്നില്ല. ഈ ഭാര്യ ഭർത്താവിന് ഒരുപക്ഷെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും, ഗിഫ്റ്റുകൾ മേടിച്ചു, ഷർട്ട് മേടിച്ചു കൊടുക്കും, വാച്ച് മേടിച്ചു കൊടുക്കും. പക്ഷേ പറയുന്നത് അനുസരിക്കുന്നില്ലെങ്കിൽ ഭർത്താവിന് മനസ്സിലാകുന്നത് ഇവളെന്നെ സ്നേഹിക്കുന്നില്ലെന്നാണ്. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷെ ഭർത്താവ് പറയുന്നത് പോലെ വിധേയപ്പെടുന്നില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന അടിമത്തമോ അങ്ങനെയുള്ള കൺട്രോളോ ഇതിനെക്കുറിച്ചൊന്നുമല്ല. ക്രിസ്തീയ കുടുംബത്തിൽ ദൈവം വച്ചിരിക്കുന്ന വിധേയത്വം, കർത്താവിലനുസരിക്കുക, അത്രേ ഉള്ളൂ. ദൈവവചനത്തിന് വിരോധമായ എന്തെങ്കിലും ഒരു ഭർത്താവ് പറഞ്ഞാൽ ഭാര്യ അനുസരിക്കേണ്ട ഒരു ആവശ്യമില്ല. എന്നാൽ ദൈവവചനത്തോട് നിരക്കുന്നത് എന്തും അനുസരിക്കാൻ ഒരു ഭാര്യ, ഈ ഞാനുണ്ടാക്കിയ നിയമമുള്ളവരുടെ ഭാര്യമാരെന്നെ കല്ലെറിയരുത്, ഇങ്ങനെയാണ് വചനം. ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. സെലക്റ്റീവ് ഒബീഡിയൻസ് ഈസ് ഡിസ്ഗൈസ്ഡ് റെബല്യൻ. ഓ, ദാറ്റ് ഈസ് പവർഫുൾ. എഴുതുക, സെലക്റ്റീവ് ഒബീഡിയൻസ് ഈസ് ഡിസ്ഗൈസ്ഡ് റെബല്യൻ. ചിലതനുസരിച്ചു, ചിലതനുസരിച്ചില്ലെങ്കിൽ. അമ്മയപ്പന്മാർ പറയുന്നതിൻ്റെ ചിലതനുസരിച്ചു, ചിലത് സട്ടിൽ വേയിൽ ഒഴിവാക്കി. ദാറ്റ് ഈസ് ഡിസ്ഗൈസ്ഡ് റെബല്യൻ, ഹിഡൻ റെബല്യൻ എന്ന് വെച്ചാൽ ഒളിച്ചു വച്ചിരിക്കുന്ന അല്ലെങ്കിൽ പ്രച്ഛന്ന വേഷധാരിയായ മത്സരബുദ്ധിയാണ്. എത്ര പേർക്ക് മനസ്സിലായി? ദിസ് ഈസ് ഹ്യൂജ്. ഇപ്പം ഞാൻ പറഞ്ഞത് വളരെ ഹെവിയാണ്. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ മുകളിലുള്ള ഒരാൾ ഒരു മെൻറ്റോറാകാം, ഒരു പാസ്റ്റോറാകാം, സ്പിരിച്വൽ ലീഡറാകാം, മാതാപിതാക്കളാകാം, ഭാര്യയുടെ മുകളിൽ ഭർത്താവാകാം, എന്തും ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു മാനേജറാകാം. എൻ്റെ കീഴിലുള്ളൊരു സ്റ്റാഫാണ് ഞാൻ. മുകളിലുള്ള ഒരാൾ പറയുന്നത് എല്ലാം അനുസരിക്കാതെ കുറച്ച് മാത്രം എനിക്കിഷ്ടമുള്ളത് മാത്രം അനുസരിച്ചാൽ അതിൻ്റെ അർത്ഥം എൻ്റെ അകത്തിരിക്കുന്ന റെബല്യനെ ഞാൻ ഡിസ്ഗൈസ് ചെയ്ത് അത് പൊതുവെ എനിക്ക് അനുസരിക്കാനേ ഇഷ്ടമല്ല. എനിക്ക് എൻ്റേതായ രീതിയിൽ ഇൻഡിപെൻഡൻ്റായിട്ട് ജീവിക്കുക. ഞാൻ ആർക്കും കീഴ്പ്പെടുന്ന, ഞാൻ സ്വതന്ത്രനാണ്. സ്വതന്ത്ര ഭാരതത്തിലെ ഒരു അഭിമാനമുള്ളൊരു പൗരനാണ് ഞാൻ എന്നായിരിക്കും അകത്ത് ചിന്തിക്കുന്നത്. പക്ഷേ ദാറ്റ് ഈസ് റെബല്യൻ. ഒരു പൈലറ്റ് വിമാനം ഓടിക്കുമോ, അപ്പോൾ കൺട്രോൾ റൂമിൽ നിന്ന് അല്ലെങ്കിൽ തനിക്ക് ലഭിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അതെല്ലാമൊക്കെ ചെയ്തു. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒന്ന് അദ്ദേഹം മിസ് ചെയ്താൽ സംഭവിക്കുന്നത് ഡിസാസ്റ്റർ, അതിഭയങ്കരമായൊരു അപകടമാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, നമുക്ക് ലഭിക്കുന്ന വചനങ്ങൾ, കൽപ്പനകൾ ഇതെല്ലാം ഫുൾ അനുസരിക്കണം, ചിലത് മാത്രമല്ല. ഇൻ അതർ വേർഡ്സ്, ആക്യുറസി മാറ്റേഴ്സ് ഇൻ ഒബീഡിയൻസ്. കൃത്യത വളരെ അനിവാര്യമാണ്. നമ്പർ 3, ഒബീഡിയൻസ് പൊസിഷൻസ് യു ഫോർ എലിവേഷൻ. അനുസരണമാണ് ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മെ ഒരുക്കുന്നത്. അനുസരണമാണ്. ഡ്യൂട്ടോണമി 28:1 ഇറ്റ് കണക്ട്സ് ഒബീഡിയൻസ് വിത്ത് ബീയിങ് സെറ്റ് ഹൈ അബവ്. നമ്മൾ ആദ്യം വായിച്ച ആവർത്തന പുസ്തകം 28:1 സകല ജാതികളെക്കാളും നിന്നെ ഉന്നതമാക്കും. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, അനുസരണത്തിലൂടെയാണ് നമ്മൾ ഉയരുന്നത്, അല്ലെങ്കിൽ അനുസരണമാണ് ഉയർച്ചയ്ക്കുള്ള ഗോണി. ഇതൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ ഇടുക. എലിവേഷൻ ഈസ് നോട്ട് ചേസ്ഡ്, ഇറ്റ് ഈസ് പൊസിഷൻഡ്. ഉയർച്ച ഒരിക്കലും നമ്മൾ വേട്ടയാടി പിടിക്കുന്നൊരു സാധനമൊന്നുമല്ല. അത് ഒരു സ്ഥാനത്ത്
ഒരു ഗോവണി വെച്ചിരിക്കുന്ന പോലെ അതിലൂടെ കയറിപ്പോകുന്നതാണ്. സാം 75:6-7, 75-ാം സങ്കീർത്തനം 6-7 വചനങ്ങളിൽ പ്രൊമോഷൻ കംസ് ഫ്രം ദ ലോർഡ്. പ്രൊമോഷൻ കംസ് ഫ്രം ദ ലോർഡ്. ഉയർച്ച ദൈവത്തിൽ നിന്നത്രേ വരുന്നത്. ഞാൻ എപ്പോഴും പറയുന്നത്, വീണ്ടും പല്ലവി പോലെ പറയാം, ഉയർച്ച വരുന്നത് വടക്ക് നിന്നല്ല, തെക്ക് നിന്നല്ല, കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറിൽ നിന്നല്ല, അപ്പനിൽ നിന്നല്ല, അമ്മയിൽ നിന്നല്ല, അമ്മായിയച്ഛനിൽ നിന്നല്ല, അമ്മാവിയമ്മയിൽ നിന്നല്ല, പൊളിറ്റിക്കലായിട്ടുള്ള ആളുകളിൽ നിന്നല്ല, പാസ്റ്റേഴ്സിൽ നിന്നല്ല. ഉയർച്ച വരുന്നത് ദൈവത്തിൽ നിന്നാണ്. അത് ഉറച്ചു വിശ്വസിക്കണം. ജോഷുവ ചാപ്റ്റർ 1:8, യോശുവയുടെ പുസ്തകം 1:8, ഒബീഡിയൻസ് ബ്രിങ്സ് പ്രോസ്പെരിറ്റി ആൻഡ് സക്സസ്. അനുസരണം വലിയ അഭിവൃദ്ധിയും ജയവും കൊണ്ടുവരുന്നു. അനുസരിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായ ജീവിതം സക്സസ്ഫുൾ ആവും. ഐസിയ 1:19, ഏഷ്യാവിൻ്റെ പുസ്തകം 1:19, ഇഫ് യു വില്ലിംഗ് ആൻഡ് ഒബീഡിയൻറ്റ് യു വിൽ ഈറ്റ് ദ ഗുഡ് തിങ്സ് ഓഫ് ദ ലാൻഡ്. നിങ്ങൾ മനസ്സുരുക്കത്തോടുകൂടി അനുസരിക്കുമെങ്കിൽ ദേശത്തിൻ്റെ നന്മ ഭക്ഷിക്കും. ഒബീഡിയൻസ് ബിൽഡ്സ് പ്ലാറ്റ്ഫോംസ് ഹെവൻ ക്യാൻ ട്രസ്റ്റ്. സ്വർഗം വിശ്വസിക്കുന്ന പ്ലാറ്റ്ഫോമുകളെ പണിതുയർത്തുന്നത് അനുസരണമാണ്. ഈ അനുസരണത്തിലൂടെയാണ് നാം ദൈവേഷ്ടത്തിന് നമ്മെ തന്നെ അലൈൻ ചെയ്യുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടവുമായി നമ്മുടെ ജീവിതത്തെ അലൈൻ ചെയ്യുമ്പോൾ മാത്രമേ ദൈവത്തിന് നമ്മെ ഉയർത്താനും വാതിലുകൾ തുറക്കാനും കഴിയൂ. ഉദാഹരണത്തിന്, പലതരത്തിലുള്ള കീസ് ഉണ്ട് അല്ലേ, താക്കോലുകൾ പലതരത്തിലാണ്. ഇപ്പോൾ ഞങ്ങളിവിടെ ബ്ലെസ്സിംഗ് സെൻ്ററിൽ ചില പണികളൊക്കെ, സ്റ്റാഫ് ക്വാർട്ടേഴ്സിൻ്റെ ഒക്കെ പണി നടന്നു. UPVC ഡോറുകൾ വെച്ചു. അപ്പോൾ UPVC ഡോറുകൾ വെച്ച് ഞാൻ സാധാരണ പോലെ അത് തിരിക്കാൻ നോക്കിയിട്ട് എത്ര തിരിച്ചിട്ടും ചിലതിൽ താക്കോല് കയറുന്നില്ല, ചിലത് എങ്ങനെ ചെയ്തിട്ടും വാതിൽ തുറന്നില്ല. അപ്പോഴാണ് ഒരാൾ വന്നിട്ട് പറഞ്ഞത്, അങ്ങനെയല്ല, അതിങ്ങനെ കയറ്റി പിടിച്ച ശേഷം അതിൻ്റെ ഹാൻഡിലുണ്ടല്ലോ അതിങ്ങനെ ഒന്ന് പൊക്കണം, അതിനുശേഷം തിരിച്ചിട്ട് പിന്നെ തുറന്നാൽ അത് തുറക്കും. അങ്ങനെയാണ് അതിൻ്റെ പരിപാടി. കാരണം അപ്പോൾ മാത്രമാണ് കീ അതിനിങ്ങനെ ഒരു തരം അറക്കവാള് പോലെ ഒരു പല്ലുപോലെ ഉണ്ടല്ലോ, അത് കറക്റ്റ് അതിൻ്റെ അകത്തുള്ള ഗ്രൂവിൽ വീണ് തിരിയുള്ളൂ. അങ്ങനെ തിരിയുമ്പോഴാണ് വാതിലുകൾ തുറക്കുന്നത്. ഇത് നമുക്കൊരു പാഠമാണ്. സോ വെൻ യുവർ ലൈഫ് അലൈൻസ് വിത്ത് ഗോഡ്സ് ഇൻസ്ട്രക്ഷൻ, ഡോർസ് ഓപ്പൺ നാച്ചുറലി. കർത്താവ് പറഞ്ഞ കൽപ്പനകൾ നിർദ്ദേശങ്ങളുമായി നമ്മുടെ ജീവിതത്തെ അലൈൻ ചെയ്യുന്ന സമയത്ത് വാതിലുകൾ പെട്ടെന്ന് തുറക്കപ്പെടും. നമ്പർ 4, ഒബീഡിയൻസ് ബിൽഡ്സ് ലോങ് ടേം ബ്ലെസ്സിങ്. അനുസരണം ദീർഘകാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന അനുഗ്രഹങ്ങളെ കൊണ്ടുവരുന്നു. ഒബീഡിയൻസ് ഈസ് നോട്ട് മിയർലി അബൌട്ട് ഇമ്മീഡിയറ്റ് റിവാർഡ്. അനുസരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ അത്ഭുതം നടക്കുന്ന ആരും ചിന്തിക്കരുത്. ഇറ്റ് എസ്റ്റാബ്ലിഷസ് ജനറേഷണൽ ബ്ലെസ്സിങ്. പക്ഷേ അനുസരിച്ച് ഓരോ വചനങ്ങളും അനുസരിച്ച് മുന്നിലേക്ക് പോകുമ്പോൾ നമ്മൾ മാത്രമല്ല, ഭാവി തലമുറകളും അനുഗ്രഹിക്കപ്പെടും. ആ ഡ്യൂട്രോണമി 28:1 നമ്മൾ വായിച്ചത്. താഴേക്ക് 14 വരെ വായിക്കുമ്പോൾ ബ്ലെസ്സിങ്സ് ദാറ്റ് എഫക്റ്റ് ലാൻഡ്, ഫാമിലി ആൻഡ് ലെഗസി, ഇതെല്ലാം അവിടെ കാണാം. ഈ എവിടെയെല്ലാം പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെടും അല്ലേ, വീട്ടിൽ അനുഗ്രഹിക്കപ്പെടും. അതുപോലെ കൃഷിസ്ഥലത്ത് അനുഗ്രഹം, മാവ് കുഴക്കുന്ന തൊട്ടിയിൽ അനുഗ്രഹം, നിൻ്റെ ഗർഭഫലം അനുഗ്രഹിക്കപ്പെടും, നിൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും, നിൻ്റെ ലൈഫ് സ്റ്റോക്ക് അനുഗ്രഹിക്കപ്പെടും. സകലത്തിൻ്റെ മേലുമാണ്. തുടക്കം ഇവിടുന്ന് അനുസരണം. ദൈവത്തെ അനുസരിക്കുന്നതിലൂടെ വരുന്നത് എല്ലാ മേഖലകളിലുമുള്ള അനുഗ്രഹമാണ്. വചനങ്ങൾ കുറിക്കുക. മാത്യു 7:21, മത്തായി 7:21, നോട്ട് എവ്രി വൺ ഹൂ സേസ് ലോർഡ് enters the kingdom, but the one who does the will of the Father. കർത്താവെ എന്ന് വിളിക്കുന്ന എല്ലാവരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നില്ല. പിന്നെന്താണ്? പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്തെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. Hebrews 5:8, Jesus learned obedience through what he suffered. ഇതൊരു ഭയങ്കര വചനമാണ്. താൻ അനുഭവിച്ച കഷ്ടാനുഭവങ്ങളാൽ യേശു പോലും അനുസരണം പഠിച്ച തികഞ്ഞവനായി. ഈ ഭൂമിയിൽ മനുഷ്യാവതാരമെടുത്ത യേശുവിനും അനുസരണത്തിൻ്റെ പാഠശാലയിലൂടെ പോകേണ്ടി വന്നു. ഒന്നിലും തെറ്റാതെ അവൻ പിതാവിനെ അനുസരിച്ചു. അങ്ങനെയെങ്കിൽ നമ്മൾ എത്ര അധികം ചെയ്യണം. റോമൻസ് 5:19, ത്രൂ വൺ മാൻസ് ഒബീഡിയൻസ് മെനി വെർ മെയ്ഡ് റൈച്ചസ്. ഒരു മനുഷ്യൻ്റെ അനുസരണത്താൽ അനേകർ
നീതിമാന്മാരായി മാറി യേശുവിൻ്റെ അനുസരണത്താൽ. ഒബീഡിയൻസ് ഷേപ്സ് ഡെസ്റ്റിനി. ചുരുക്കി പറഞ്ഞാൽ അനുസരണമാണ് നമ്മുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നത്. ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കായംകുളത്തുനിന്ന് ട്രെയിനിൽ കയറുക, നിങ്ങൾക്ക് കാസർഗോഡ് പോകണം, നിങ്ങളതിൽ കയറിയത് കായംകുളം മുതൽ കാസർഗോഡ് വരെ ഈ തീവണ്ടി പോകുന്ന റെയിൽവേ ട്രാക്ക് എവിടെയെങ്കിലും 1 മീറ്റർ മിസ്സായാൽ, 1 മീറ്റർ ഇല്ല, ഒരാൾ മുറിച്ച് മാറ്റിയെന്നിരിക്കട്ടെ, തീർന്നു, യാത്ര തീർന്നു. അതിനെ ഡീറെയിൽ ചെയ്ത് ചിലപ്പോൾ അത് മുഴുവൻ മറിഞ്ഞ് പണ്ടൊരു അപകടം ഉണ്ടായാലും അതിന് പെരുമൺ അല്ലേ, വലിയൊരു ട്രെയിൻ അപകടം, ഇതുപോലെയൊക്കെയുള്ള വലിയ സംഭവങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ലൈഫ് ഡീറെയിൽഡ് ആകാതിരിക്കണമെങ്കിൽ എങ്ങും മുറിയരുത്. ആ ട്രാക്കിലൂടെ തന്നെ ട്രെയിൻ പോകണം. ഒരു സ്ഥലത്ത് പോലും ഡീവിയേറ്റ് ചെയ്യുകയോ, കുറേ നാളായില്ലേ റെയിൽവേ ട്രാക്കിലൂടെ എനിക്കും വേണ്ടേ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഞാൻ റോഡിലൂടെ പോകാം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണ്. അവസാനം വരെ, മരണം വരെ ആ ട്രാക്കിലൂടെ അനുസരണത്തിൻ്റെ പാതയിലൂടെ പോകാനാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കൈനീട്ടാമെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നു. യേശു അനുസരിച്ച് തികഞ്ഞവനായി തീർന്നതുപോലെ, അല്ലെങ്കിൽ തികവോടെ അനുസരിച്ചതുപോലെ ഞങ്ങൾക്ക് ഒരു കൃപ പരിശുദ്ധാത്മാവെ അങ്ങ് നൽകണമേ. അതുപോലെ കൈനീട്ടിപ്പിടിക്കുമ്പോൾ രോഗികളായിട്ടുള്ളവർ സൗഖ്യമായിട്ട് ഈ എന്താ പറയുന്ന കിഡ്നി സ്റ്റോൺ നിമിത്തം പ്രയാസപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നിങ്ങളുടെ ഈ വയറിൻ്റെ 2 ഭാഗത്ത് കൈവെക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആ കല്ലുകളോട് കൽപ്പിക്കുന്നു, സ്റ്റോൺസിനോട് കൽപ്പിക്കുന്നു, ഔട്ട്, വെളിയിൽ പോ, യേശുവിൻ്റെ നാമത്തിൽ വെളിയിൽ പോ, യേശുവിൻ്റെ നാമത്തിൽ വെളിയിൽ പോ, യേശുവിൻ്റെ നാമത്തിൽ വെളിയിൽ പോ. മരണത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ കിനാവള്ളി പോലെ പിടിച്ചിരിക്കുന്ന ജീവിതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സ്വതന്ത്രമായിട്ട്. ഈ മരിക്കണം, ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുന്ന ആരൊക്കെ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ആ നിരാശയുടെ ആത്മാവ്, മരണത്തിൻ്റെ ആത്മാവ് യേശുവിൻ നാമത്തിൽ നിങ്ങളെ വിട്ട് ഇപ്പോൾ പോവുകയാണ്. ജീവൻ്റെ ആത്മാവ്, പ്രത്യാശയുടെ ആത്മാവ്, സമാധാനത്തിൻ്റെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് ഹോപ്പ് വന്ന് നിറയട്ടെ. ഏതാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയം അതിനോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ബ്ലസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഗോഡ് ബ്ലസ് യു. സീ ടുമോറോ. ഇന്നത്തെ ലിങ്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക, സ്റ്റേറ്റസിലിടുക. ഗോഡ് ബ്ലസ് യു.